വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമുക്ക് ക്ലാസ് 7th 16th ചാപ്റ്റർ വാട്ടർ എ പ്രഷ്യസ് റിസോഴ്സ് പഠിക്കാം. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് 22 മാർച്ച് നമ്മൾ വേൾഡ് വാട്ടർ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. കാരണം വാട്ടർ ഒരു പ്രഷ്യസ് റിസോഴ്സാണ്. അതില്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല. ഡേ ടു ഡേ ലൈഫിൽ വാട്ടറിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമില്ല. അതുകൊണ്ടാണ് വാട്ടറിനെ ഒരു പ്രഷ്യസ് റിസോഴ്സായിട്ട് കാണുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്നൊരു പോയിൻ്റാണ് എമൗണ്ട് ഓഫ് വാട്ടർ റെക്കമെൻഡഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഫോർ ഡ്രിങ്കിങ്, വാഷിംഗ്, കുക്കിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ഹൈജീൻ ഈസ് എ മിനിമം ഓഫ് 50 ലിറ്റേഴ്സ് പെർ പേഴ്സൺ പെർ ഡേ. 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് പെർ പേഴ്സൺ പെർ ഡേ യൂസ് ചെയ്യേണ്ടതെന്നാണ് യുണൈറ്റഡ് നേഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും വാട്ടർ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് വാട്ടറിനെ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ടാപ്സ് റണ്ണിങ് ഡ്രൈ, ലോങ് ക്യൂസ് ഫോർ വാട്ടർ, ഫൈറ്റ്സ്, മാർച്ചസ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഫോർ ഡിമാൻഡ് ഓഫ് വാട്ടർ. അതൊക്കെ സാധാരണ നമ്മൾ സമ്മർ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എങ്ങനെ വാട്ടറിനെ സേവ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഈ ഒരു ഫസ്റ്റ് പേജിൽ പറയണത്. അതിന് പല രീതിയിലുള്ള മെത്തേഡ്സ്, വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യുക, ടാപ്പൊക്കെ ആവശ്യം കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ഹൗ മച്ച് വാട്ടർ ഈസ് അവൈലബിൾ. നമുക്ക് എത്ര വാട്ടർ കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം. 71% ഓഫ് എർത്ത് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. അതായത് ഓഷ്യൻസിലും റിവേഴ്സ്, ലേക്സ്, ഐസ് ക്യാപ്സ്, ഗ്രൗണ്ട് വാട്ടറായിട്ട്, അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറായിട്ടൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷേ ഈ വാട്ടറൊക്കെ നമുക്ക് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിന് യൂസ് ചെയ്യാൻ പറ്റുമോ, അതിനെക്കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ കാണിക്കുന്നത് എത്ര വാട്ടറാണ് നമുക്ക് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്, അല്ലെങ്കിൽ പ്യുവർ വാട്ടർ. 71% വാട്ടർ ഉണ്ടെന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ വാട്ടർ സോൾട്ട് വാട്ടറാണ്. അത് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് എത്ര വാട്ടർ അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. ഇതിലിതാ പറയുന്നത് എന്താണ്, ടേക്ക് എ മീഡിയം സൈസ്ഡ് ബക്കറ്റ് ആൻഡ് fill it up with water. It contains about 20 liters of water. ഒരു ബക്കറ്റിൽ വാട്ടർ എന്ന് പറയുന്നത് 20 liters ആണ്. Assume that this water represent all the water present on the earth. ഇതാണ് നമ്മൾ കാണുന്ന ആ 71% വാട്ടർ എന്ന് അസ്യൂം ചെയ്യാനാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. സെക്കൻഡ്, ടേക്ക് എ ടീസ്പൂൺ ഓഫ് അബൌട്ട് 5 ml capacity and transfer 100 spoons of water from the bucket to a small container like a bath mug. ഒരു മഗ് എടുക്കുക, അതിലേക്ക് ഈ ബക്കറ്റിൽ നിന്ന് 5 ml 100 സ്പൂൺസ് ഓഫ് വാട്ടർ, 5 ml കപ്പാസിറ്റിയുള്ള സ്പൂൺ എടുത്തിട്ട് ആ സ്പൂണിൽ 100 സ്പൂൺസ് വാട്ടർ ഈ മഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ മഗ്ഗിലുള്ള വാട്ടർ ഉണ്ടല്ലോ, അതാണ് ഫ്രഷ് വാട്ടർ ഓൺ എർത്ത്. പിന്നെ പറയുന്നത് ഫ്രം ദ ബാത്ത് മഗ് ട്രാൻസ്ഫർ 30 സ്പൂൺസ് ഓഫ് വാട്ടർ ടു എ ഗ്ലാസ് ടംബ്ലർ. ബാത്ത് മഗ്ഗിൽ നിന്ന് 30 സ്പൂൺസ് ഓഫ് വാട്ടർ ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ വാട്ടറിനെയാണ് ഗ്രൗണ്ട് വാട്ടറായിട്ട് കാണിച്ചിട്ടുള്ളത്. അത്രയേ ഉള്ളൂ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവ്. ഫൈനലി ടേക്ക് ഔട്ട് എ ക്വാർട്ടർ സ്പൂൺ ഫുൾ ഓഫ് വാട്ടർ ഫ്രം ദ മഗ്. മഗ്ഗിൽ നിന്ന് 1/4 വാട്ടർ എടുക്കുക. ആ ക്വാർട്ടർ സ്പൂൺ വാട്ടറാണ് വാട്ടർ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ലേക്സ്, റിവേഴ്സ് ഓഫ് ദ വേൾഡ്. ഇങ്ങനെയാണ് വാട്ടറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. 71% വാട്ടറാണ് ഈ ബക്കറ്റിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഫ്രഷ് വാട്ടറാണ്. ബക്കറ്റിൽ നിന്ന് 5 ml സ്പൂണിൽ 100 ടൈംസ് ട്രാൻസ്ഫർ ചെയ്താൽ കിട്ടുന്ന വാട്ടർ, അത് നമ്മൾ മഗ്ഗിൽ എടുക്കുകയാണെങ്കിൽ അതാണ് ടോട്ടൽ ഫ്രഷ് വാട്ടർ ഓൺ ദ എർത്ത്. നെക്സ്റ്റ്, ആ മഗ്ഗിൽ നിന്ന് 30 സ്പൂൺസ് ട്രാൻസ്ഫർ ചെയ്താൽ അതാണ് ഗ്രൗണ്ട് വാട്ടർ, വാട്ടർ ഇൻ വെൽസ് ഒക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടർ. പിന്നെ വീണ്ടും മഗ്ഗിൽ നിന്ന് 1/4 സ്പൂൺ വാട്ടർ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ലേക്സ് ആൻഡ് റിവേഴ്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്ര വാട്ടർ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത്. പിന്നെ വാട്ടർ വിച്ച് ഈസ് ലെഫ്റ്റ് ഇൻ ദ ബക്കറ്റ്, ഇതൊക്കെ നമ്മൾ മഗ്ഗിലേക്ക് എടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വാട്ടർ ഉണ്ടല്ലോ ബക്കറ്റിലുള്ള, ആ വാട്ടറാണ് സലൈൻ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ സീ, ഓഷ്യൻ ആൻഡ് പാർട്ട്ലി ആസ് ഗ്രൗണ്ട് വാട്ടർ. ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഹ്യൂമൻ യൂസ്. നെക്സ്റ്റ്, ബാത്ത് മഗ്ഗിൽ ബാക്കി വരുന്ന വെള്ളം, അതാണ് വാട്ടർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഐസ്, ഇൻ ഗ്ലേഷ്യേഴ്സ്, ഐസ് ക്യാപ്സ്, സ്നോ ആയിട്ടൊക്കെ ഉള്ള വാട്ടറാണ് നമ്മൾ ഈ ഗ്ലാസ് ടംബ്ലറിലേക്ക് എടുത്തതിൻ്റെ ബാക്കിയുള്ള വെള്ളം ഈ മഗ്ഗിലുള്ളത് കാണിക്കുന്നത്.
അതും നമുക്ക് റെഡിലി അവൈലബിൾ അല്ല. നെക്സ്റ്റ് സെക്ഷൻ ഫോംസ് ഓഫ് വാട്ടർ ആണ്. വാട്ടർ 3 ഡിഫറെൻറ്റ് ഫോംസിലാണ് എക്സിസ്റ്റ് ചെയ്യുക: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് ഫോം ഓഫ് വാട്ടർ നമ്മൾ കാണുന്നത് സ്നോ ആയിട്ടും ഐസായിട്ടും ഒക്കെയാണ് കാണുന്നത്. ലിക്വിഡ് ഫോം ഓഫ് വാട്ടർ ഓഷ്യൻസ്, ലേക്സ്, റിവേഴ്സ്, അണ്ടർഗ്രൗണ്ട് വാട്ടറൊക്കെ ലിക്വിഡ് ഫോം ഓഫ് വാട്ടറാണ്. ഗ്യാഷ്യസ് ഫോം ഓഫ് വാട്ടറാണ് വാട്ടർ വേപ്പർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ വാട്ടർ ഈ 3 ഫോമും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള ഈ 3 ഫോമിൻ്റെ ഒരു കണ്ടിന്യൂസ് സൈക്കിളാണ് എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നത്. അതിന് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു 6th സ്റ്റാൻഡേർഡിൽ. ആ ഡയഗ്രാമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ് വാട്ടർ സൈക്കിൾ? വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സൈക്ലിംഗ് ഓഫ് വാട്ടർ എമംഗ് ഇറ്റ്സ് 3 ഫോംസ്. അതാണ് വാട്ടർ സൈക്കിൾ. അതൊന്നും കൂടി ഒന്ന് പറയാം. 6th പഠിച്ചത് തന്നെയാണ്. നമുക്കറിയാം വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്രം റിവേഴ്സ്, ലേക്സ് ബൈ ട്രാൻസ്പിരേഷൻ, അതായത് ട്രാൻസ്പിരേഷൻ ലീവ്സ് നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടർ, ഇതൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ക്ലൗഡ്സ് ഒക്കെ ഫോം ചെയ്യും. ക്ലൗഡ്സ് അപ്പർ അറ്റ്മോസ്ഫിയറിൽ കണ്ടൻസ് ചെയ്തിട്ട് റെയിനായിട്ട് തിരിച്ച് എർത്തിലേക്ക് തന്നെ വരുന്ന പ്രോസസ്സ്. ആദ്യം എർത്തിൽ നിന്ന് വാട്ടർ ക്ലൗഡ്സായി മാറി പിന്നെ ക്ലൗഡിൽ നിന്ന് വീണ്ടും റെയിനായിട്ട് വീണ്ടും ഓഷ്യൻസിലും ലേക്സിലും ഒക്കെ തിരിച്ചെത്തുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വാട്ടർ സൈക്കിൾ. സെക്ഷനിൽ പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ആസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടറാണ്. ടൗൺസിലും സിറ്റീസിലും ഒക്കെ വാട്ടർ സപ്ലൈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പല സിവിക് അതോറിറ്റീസുമാണ്. അവിടെ വാട്ടർ ലേക്സിനും റിവേഴ്സിനും പോൺസിനും വെൽസിനും ഒക്കെ കളക്ട് ചെയ്തിട്ട് നെറ്റ്വർക്ക് ഓഫ് പൈപ്സിലൂടെ വീടുകളിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പല വില്ലേജസിലും ഈ വാട്ടർ സപ്ലൈ സിസ്റ്റം ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറേ അധികം ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് തന്നെ നടക്കണം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഹവേഴ്സ് വെള്ളം എടുക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് സ്കൂൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതാണ് ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. അതായത് ഗ്രൗണ്ട് വാട്ടർ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം തന്നെ വെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് വാട്ടർ കിട്ടാനൊരു വഴിയുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഗ്രൗണ്ട് വാട്ടർ വളരെ ഡെപ്തിലായിരിക്കും. അപ്പോൾ ആളുകൾക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ ഈ മണ്ണൊന്ന് ഇളക്കി മാറ്റുമ്പോൾ തന്നെ അവിടെ ഒരു മോയ്സ്ചറിൻ്റെ പ്രസൻസ്, അത് വീണ്ടും വീണ്ടും ഡിഗ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ താഴെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടാവും. പ്രസൻസ് ഓഫ് മോയ്സ്ചർ അത് തരുന്നൊരു ഇൻഡിക്കേഷനാണ് പ്രസൻസ് ഓഫ് വാട്ടർ അണ്ടർഗ്രൗണ്ട്. അപ്പം നമ്മൾ കുറേ അധികം ഡിഗ് ചെയ്ത് താഴോട്ട് പോകുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾസ് ഓഫ് സോയിൽ ഗ്യാപ്സ് ബിറ്റ്വീൻ റോക്സ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ അങ്ങനെ കാണാറുണ്ട്. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് സോയിൽ ആൻഡ് ഗ്യാപ്സ് ബിറ്റ്വീൻ റോക്സ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുന്നതിൻ്റെ അപ്പർ ലെവലിന് പറയുന്ന പേരാണ് വാട്ടർ ടേബിൾ. വാട്ടർ ടേബിൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും. ചില സ്ഥലത്ത് വാട്ടർ ടേബിൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു ഡെപ്ത് തന്നെ കിട്ടും. പക്ഷേ ചില സ്ഥലങ്ങളിൽ സെവറൽ മീറ്റേഴ്സ് ബിലോ ദ ഗ്രൗണ്ട് ആയിരിക്കും വാട്ടർ ടേബിൾ ഉണ്ടാവുക. ഈ വാട്ടർ ടേബിളിൻ്റെ താഴെ കാണുന്ന വാട്ടർ എന്ന് പറയുന്ന പേരാണ് ഗ്രൗണ്ട് വാട്ടർ. വാട്ടർ ദാറ്റ് ഈസ് ഫൗണ്ട് ബിലോ ദ വാട്ടർ ടേബിൾ ഈസ് കോൾഡ് ഗ്രൗണ്ട് വാട്ടർ. പിന്നെ അതിൽ പഠിക്കുന്ന ടേമാണ് ഇൻഫിൽട്രേഷൻ. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ റെയിൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഫ്രം റിവർ പോണ്ടൊക്കെ ഭൂമിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അത് പല എംറ്റി സ്പേസസ്, ഭൂമിൻ്റെ അടിയിലുള്ള എംറ്റി സ്പേസസിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ. ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ പ്രോസസ് ഓഫ് സീപ്പിംഗ് ഓഫ് വാട്ടർ ഇൻ ടു ദ ഗ്രൗണ്ട് ത്രൂ സ്പേസസ് ആൻഡ് ക്രാക്സ് ബിലോ ദ ഗ്രൗണ്ട്, അതാണ് ഇൻഫിൽട്രേഷൻ. അങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി പോകുന്നതുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഈ മഴവെള്ളം താഴോട്ട് ഇറങ്ങി പോകുന്നതുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ടിൽ വാട്ടർ എപ്പോഴും ഉണ്ടാകുന്നത്. ചില സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുള്ള ഹാർഡ് റോക്കിൻ്റെ ഒക്കെ ഇടയിലായിരിക്കും ബിലോ ദ വാട്ടർ ടേബിൾ. അങ്ങനെ ഒരു ഏരിയനെ പറയുന്ന പേരാണ് അക്യുഫർ. കാണുന്ന വാട്ടറിനെയാണ് നമ്മൾ ട്യൂബ് വെൽസിൽ അല്ലെങ്കിൽ ഹാൻഡ് പമ്പ്സിലൂടെയൊക്കെ പുറത്തേക്ക് എടുക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിളാണ്. ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ടേബിളിൽ എങ്ങനെയാണ് വാട്ടറിൻ്റെ ലെവൽ കുറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാ വർഷവും നമ്മൾ യൂസ് ചെയ്യുന്ന കിണറായിരിക്കും, പക്ഷേ പെട്ടെന്നൊരു വർഷം വരുമ്പോൾ അത് പെട്ടെന്ന് വറ്റാനൊരു സാധ്യത ഉണ്ടാവുന്നത് കാണാം. അതാണ് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. നമ്മളെ കിണറ്റിൽ മാത്രമല്ല, അതൊരുവിധ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. അപ്പോൾ എന്താണ്, സാധാരണ ഒരു വാട്ടറിൻ്റെ ലെവൽ ഉണ്ടാവും, പക്ഷേ ചില സമയങ്ങളിൽ ആ വാട്ടർ ലെവല് അതൊന്നും താഴേക്ക് പോകുന്നൊരവസ്ഥ, അതിനാണ് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിൾ എന്ന് പറയുക.
5 കാരണങ്ങളാണ് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിളിന് ഉള്ളത്. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. സെക്കൻഡ് വൺ, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. തേർഡ് വൺ, സ്കാൻറ്റി റെയിൻഫോൾ. ഫോർത്ത് വൺ, ഡീഫോറസ്റ്റേഷൻ. ഫിഫ്ത്ത് വൺ, ഡിക്രീസ് ഇൻ ദ എഫക്റ്റീവ് ഏരിയ ഫോർ സീപ്പേജ് ഓഫ് വാട്ടർ. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടുമ്പോൾ ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഹൗസസ്, ഷോപ്സ്, ഓഫീസസ്, റോഡ്സ് ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്താണ് സംഭവിക്കുക? ഓപ്പൺ ഏരിയാസ് കുറയും. ഈ ഓപ്പൺ ഏരിയാസ് ഉള്ളത് കൊണ്ടാണ് വാട്ടർ പെട്ടെന്ന് തന്നെ ഭൂമിൻ്റെ അടിയിലേക്ക് പോകുന്നത്. നമ്മൾക്ക് അറിയുന്നതാണ്, പണ്ടൊക്കെ നമ്മളെ മുറ്റം മണ്ണ് മാത്രമുള്ള സമയത്ത് മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻ്റർലോക്ക് ബ്രിക്സ് വന്നതിന് ശേഷം മഴവെള്ളത്തിന് അത്ര പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവാൻ കഴിയുന്നില്ല. അപ്പോൾ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലാണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുള്ളൂ. ആ വെള്ളത്തിന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ എപ്പോഴും ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇൻക്രീസിങ് പോപ്പുലേഷൻ ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിളിന് എങ്ങനെയാണ് കാരണമാവുന്നതെന്ന് പറയുന്നത്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കൺസ്ട്രക്ഷൻസ് നടക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് യൂസ് ചെയ്യുക. അണ്ടർഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെ വാട്ടർ അങ്ങനെ നല്ലോണം ഇറങ്ങി പോകാത്തതുകൊണ്ട് നമ്മൾ വാട്ടർ കുറച്ച് വെള്ളമേ താഴോട്ട് ഇറങ്ങുന്നുള്ളൂ, അതിൽ കൂടുതൽ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നുമുണ്ട്. അത് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിളിന് കാരണമാവുന്നു. സെക്കൻഡ് പോയിൻ്റ്, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസാണ്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിളിന് കാരണമാവുന്നത്? ഇൻഡസ്ട്രീസിലെ ഒരുവിധം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെല്ലാം തന്നെ വാട്ടർ ആവശ്യമാണ്. അപ്പോൾ അവർ ഈ വാട്ടർ യൂസ് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പം അങ്ങനെയും ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിൾ സംഭവിക്കാറുണ്ട്. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. ഇന്ത്യയിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഫാർമേഴ്സാണ്, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഫാമേഴ്സ് റെയിനിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇറിഗേഷൻ നടത്തുന്നത്. പക്ഷെ മഴ കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? മഴ കുറയുമ്പോൾ സഫിഷ്യൻറ്റ് വാട്ടർ കിട്ടില്ല ഇറിഗേഷന്. അപ്പോൾ ഇവരും ഈ ഫാർമേഴ്സിനും ഗ്രൗണ്ട് വാട്ടറിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പോപ്പുലേഷൻ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിൾ ഉണ്ടാകുന്നു. സ്കാൻറ്റി റെയിൻഫോൾ ആയിരുന്നു നെക്സ്റ്റ് പറഞ്ഞത്. സ്കാൻറ്റി റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ മഴ കുറയുന്നത്, അതും അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കുറയാൻ കാരണമാവുന്നുണ്ട്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മരം മുറിച്ച് കളയുന്നതും അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവലിനെ കുറയ്ക്കും. കാരണം കുറേ മരങ്ങളുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് റൂട്ട്സ് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് നിർത്തും. മരങ്ങൾ കുറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയിൽ മരങ്ങളിൽ തീരെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള പ്ലാന്റ്സ് ഇല്ല. അപ്പോൾ അതും ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിളിന് കാരണമാവുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ഡിക്രീസ് ഇൻ ദ എഫക്റ്റീവ് ഏരിയ ഫോർ സീപ്പേജ് ഓഫ് വാട്ടർ. അതാണ് സാധാരണ പണ്ടൊക്കെ മണ്ണിട്ട മുറ്റത്ത് വെള്ളം പെട്ടെന്ന് അബ്സോർബായി പോവുമായിരുന്നു. പക്ഷേ ഇന്റർലോക്ക് ബ്രിക്സ് വന്നതിന് ശേഷം വാട്ടർ അബ്സോർപ്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഏരിയ ഫോർ സീപ്പേജ് ഓഫ് വാട്ടർ കുറഞ്ഞു, അതും ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ടേബിളിന് കാരണമാണ്. നെക്സ്റ്റ് സെക്ഷൻ വാട്ടർ മാനേജ്മെൻ്റ് ആണ്. വാട്ടർ മാനേജ്മെൻറ്റിൽ പറയുന്നത് നമ്മൾ എങ്ങനെ വാട്ടർ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് വേസ്റ്റേജ് ഓഫ് വാട്ടർ സംഭവിക്കുന്നത്, അതെങ്ങനെ നമുക്ക് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് വാട്ടർ കൺസർവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ അൺവാണ്ടഡ് ലോസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് വാട്ടർ മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഇത് കുറച്ച് കാര്യങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് പല സിവിക് അതോറിറ്റീസുമാണ് വാട്ടർ പല സ്ഥലങ്ങളിലും എത്തിക്കുന്നത്, അല്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ വാട്ടർ എത്തിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ അതോറിറ്റീസ് വാട്ടർ എത്തിക്കുന്ന സമയത്ത് അവിടെ പൈപ്പ് ലീക്കേജ്, അല്ലെങ്കിൽ ഏത് വെഹിക്കിളിലാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ വെഹിക്കിളിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ വെഹിക്കിളിൻ്റെ ജെർക്കിങ് കൊണ്ടൊക്കെ വാട്ടർ പുറത്തേക്ക് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വേസ്റ്റേജ് ഓഫ് വാട്ടറാണ്. മിസ്മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് പല രീതിയിലാണ് സംഭവിക്കുക. ചില സമയത്ത് നമ്മൾ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാത്ത് ചെയ്യുമ്പോൾ വാഷിങ്ങിന് വാട്ടർ അൺവാണ്ടഡായിട്ട് ടാപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ വാട്ടർ വേസ്റ്റേജ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ലീക്കിംഗ് ഓഫ് ടാപ്സ്, ഇതും വേസ്റ്റേജ് ഓഫ് വാട്ടറിന് കാരണമാവുന്നുണ്ട്. അതുപോലെ കണ്ടിട്ടുണ്ട് മഴവെള്ളം അത് ജസ്റ്റ് ഫ്ലോ ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മറ്റൊരു ടെക്നിക്കായ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്കിനെ കുറിച്ച് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെയിൻ വാട്ടർ എങ്ങനെ കൺസർവ് ചെയ്തിട്ട് അത് ഫ്യൂച്ചർ യൂസിന് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഓൾഡ് പ്രാക്ടീസാണ് ബാവ്രീസ്.
അതിലെങ്ങനെയാണ് വെച്ചാൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ബാവരി എന്ന് പറയുന്നൊരു ട്രഡീഷണൽ വേ ഓഫ് കളക്ടിങ് വാട്ടറാണ്. ബാവരീസൊക്കെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കുറേ ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാതെ അതിൽ ഗാർബേജ് ഇടലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അക്യൂട്ട് വാട്ടർ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ആളുകൾ വീണ്ടും ബാവരീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫാർമേഴ്സ് വാട്ടർ കൺസർവേഷന് യൂസ് ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ വാട്ടർ ചെയ്യുക. ഏത് രീതിയിലാണ് ഇതിൽ വാട്ടർ ചെയ്യുന്നത് വെച്ചാൽ ഒരു മെയിൻ പൈപ്പ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ചെറിയ നാരോ ട്യൂബിങ്സ് പ്ലാന്റിൻ്റെ ബേസിലേക്ക് ഡയറക്റ്റ്ലി വാട്ടർ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം വാട്ടർ വേസ്റ്റേജ് കുറയ്ക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഫാർമേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് വാട്ടർ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വാട്ടർ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റുക. നേരത്തെ നമ്മൾ പറഞ്ഞു ലീക്ക് ചെയ്യുന്ന ടാപ്സൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുക. ബ്രഷിങ്, ബാത്തിങ്, വാഷ് അങ്ങനത്തെ സമയത്തൊക്കെ വാട്ടറിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ മോപ്പ് ദ ഫ്ലോർ ഇൻസ്റ്റെഡ് ഓഫ് വാഷിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ വൈസ് ഹാബിറ്റ്സ്. ഫസ്റ്റ് പോയിന്റ് ടേൺ ഓഫ് ടാപ്സ് വൈൽ ബ്രഷിങ്. സെക്കൻഡ് പോയിന്റ് മോപ്പ് ദ ഫ്ലോർ ഇൻസ്റ്റെഡ് ഓഫ് വാഷിംഗ്. ചില ആളുകൾ ഫ്ലോർ വാഷ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വാട്ടർ യൂസ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് മോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് വാട്ടർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ മോപ്പിംഗ് എപ്പോഴും പ്രിഫർ ചെയ്യുക കമ്പയർഡ് ടു വാഷിംഗ് ദ ഫ്ലോർ. അതുപോലെ നെക്സ്റ്റ് ഇതിൽ സെക്ഷൻ ഇഫക്റ്റ് ഓഫ് വാട്ടർ സ്കാർസിറ്റി ഓൺ പ്ലാന്റ്സ്. വാട്ടർ സ്കാർസിറ്റി കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത് വെച്ചാൽ പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു ഗെറ്റ് ന്യൂട്രിയൻസ് അല്ലേ, നമുക്കറിയാം. ഫ്രം ദ സോയിൽ ടു പ്രിപ്പയർ ദെയർ ഫുഡ്. സഫിഷ്യൻറ്റ് വാട്ടർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റിൻ്റെ ഗ്രീൻ ക്യാരക്ടർ ലോസ് ആവും. അതുപോലെ വേൾഡ് വിത്തൗട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നോ ഫുഡ്, നോ ഓക്സിജൻ, നോട്ട് ഇനഫ് റെയിൻ ആൻഡ് ഇന്യൂമറബിൾ അതർ പ്രോബ്ലംസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. താങ്ക് യു.